വന്ന ശേഷം ശശിധരൻ അറിയാം. അങ്ങനെ പറഞ്ഞാൽ പേറിയിലിരുന്നില്ല. ആള് വന്നിട്ട് ഇതിന്റെ വൈൽഡ് ലൈഫിന്റെ കുറെ പരിപാടി നടന്ന ആൾക്ക് ആൾക്ക് വന്നിട്ട് ആള് ഇതിന്റെ കുറെ ഫോട്ടോ ഇതൊക്കെ പിടിച്ചോളൂ. ആൾക്ക് പിന്നെ പേടിയില്ലത്. ആള് വന്ന് കൂടൊക്കെ നോക്കി വാണിയമ്പാറ വഴി വെക്കേ അവിടെ വന്ന് അതൊക്കെ നോക്കി പിടിച്ച് ആള് കൊറേ ഫോട്ടോ എടുത്തോണ്ട് പോയി. ഈ ഇന്റർനെറ്റിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത്. ഇത് ഇപ്പൊ വളരെ നാടൻ രീതികളല്ലേ, പലർക്കും ഇതൊക്കെ കാണാൻ താല്പര്യം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് എടുക്കാൻ പറ്റിയ ഒരു അപൂർവ അവസരമല്ലേ. എൻ്റെ വീട്ടിലുണ്ടായ വലിയൊരു ചെമ്പക മരത്തിൽ നിന്ന് കിട്ടിയ തേനീച്ചകളാണിത്. ശബ്ദം ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുക. ഇദ്ദേഹം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ റിട്ടയർ ചെയ്ത ഇതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹം വീട്ടിലും അത്യാവശ്യം തേനീച്ച വളർത്താനുണ്ട്. അത്യാവശ്യം ഗവൺമെൻറ്റിൽ നിന്നൊക്കെ സഹായം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഈ ഫീൽഡിലൊക്കെ ആളുകൾ കുറവാണ്. ഇങ്ങനെയുള്ളവരൊക്കെ വേണം ശരിക്ക് നമ്മുടെ രാഷ്ട്രം നന്നാവണമെങ്കിൽ. പോയി ഇതാണ് ചെമ്പക മരം. ഈ ചെമ്പക മരത്തിൻ്റെ ഉള്ളിൽ കുറേ പോടുകൾ. അതിലാണ് ഇതിൻ്റെ സ്ഥിരവാസം. ചെമ്പകം പഴയതായി അത് വെട്ടാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അതിനു മുമ്പ് തേനീച്ചകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തേനെടുത്തത്. ഇതിനെന്താ പേര് പറയാ ഈ സാധനത്തിന്? ഫ്രെയിം. എത്ര നാളായി വളർത്തി തുടങ്ങിയിട്ട്? ഞാൻ